ഹലോ ഹായ്. അപ്പോൾ ഒരു വീക്കിലി ടാസ്ക് കൊടുത്ത അഖിൽമാരർ കൊടുത്ത വീക്കിലി ടാസ്കിനെ കുറിച്ച് പറയാനാണ്. എൻ്റെ ദൈവമേ, 2-3 മണിക്കൂറിലെ ചെരുപ്പൂത്തികളെ കണക്ക് ചെരുപ്പ് ഫാക്ടറി, കറക്റ്റ് ഒരു ചെരുപ്പ് ഫാക്ടറി പോലെ ചെരുപ്പ് ഉണ്ടാക്കുന്നു. ഒരു ടാസ്ക് എന്താണെന്ന് അറിയാൻ വയ്യാത്ത എന്തോ പറയാനാന്ന് പറ. ആദ്യം തന്നെ ഈ ഒരു ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അനിമോള് പ്രവീണുമായിട്ട് ചേർന്ന് അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ചൊരു ഫണ്ണി ആയിട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ചീവിയുടെ റേനെ എന്തൊക്കെ കാണിച്ച് അനീഷ് ജോലിക്കാരനായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നീട് റിയലായിട്ട് അവർ ടാസ്ക് തുടങ്ങിയ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചായിരുന്നു. ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ചപ്പൽ ഉണ്ടാക്കണം. നൂതില ചെരുപ്പ് ഫാക്ടറി. അപ്പോൾ അതിൽ ചെരുപ്പ് ഉണ്ടാക്കണം. 50 ചെരുപ്പാണ് കൊടുത്തേക്കുന്നത്. കൺഫെഷൻ റൂമിൽ വിളിച്ച് നൂറയോട് പറഞ്ഞു, ഈ ചെരുപ്പ് നിങ്ങൾ 50 ചെരുപ്പാണ്. അപ്പോൾ 2 ടാസ്ക് ഉണ്ട്. അതിൽ വിജയിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സൂപ്പർ പവർ, കൊടുത്തിരിക്കുന്ന സൂപ്പർ പവർ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റുമെന്ന്. അത് പുറമേ നൂറ പറഞ്ഞിട്ടില്ല, കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് നൂറയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 50 ചെരുപ്പ് ഉണ്ടാക്കിക്കുക എന്നുള്ളത് നൂറയുടെ ലക്ഷ്യമാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ കാര്യം. അതിൽ കോയിൻസ് കൊടുക്കണം. അപ്പോൾ ഗോൾഡ് കോയിൻസും ബ്ലാക്ക് 2 കോയിൻസും 8 ഗോൾഡ് കോയിൻസുമാണ് നൂറയ്ക്ക് കിട്ടിയിരുന്നത്. 9-10 ഗോൾഡ് കോയിൻസ് ഉണ്ട്. അപ്പോൾ 7 ജോലിക്കാരും ബാക്കിയുള്ള ഒരു സഹായിയുമാണുള്ളത്. 7 ജോലിക്കാർ, ഒരു യൂണിയൻ നേതാവ്, ഒരു അസിസ്റ്റൻറ്റ്. അപ്പം ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ചെരുപ്പുണ്ടാക്കും. നമ്മൾ നോക്കുമ്പോൾ മണിക്കൂറുകളായിട്ട് ഇവർ കഷ്ടപ്പെട്ട് കറക്റ്റ് ചെരുപ്പുണ്ടാക്കലെന്നേ ഗൈസ്. ലൈവ് കണ്ടവർക്കറിയാം. സോളൊക്കെ വെട്ടി കറക്റ്റായിട്ട് ചെരുപ്പ് അത് കുത്തി ഒരു കത്രികയും ഒരു വെട്ടുന്ന ഒരു സാധനം എക്സാബ്ലേഡുമാണ് കൊടുത്തിരിക്കണേ. അത് വെച്ചിട്ട് അവർ ചെരുപ്പുണ്ടാക്കണം. വള്ളിയൊക്കെ വെച്ചിട്ട് ഒരു സൈസ് വള്ളിയൊക്കെ വെച്ചിട്ട് ചെരുപ്പുണ്ടാക്കുവാണ്. എന്നിട്ട് ബാക്കിൽ അതിൻ്റെ വള്ളി പിടിച്ചിട്ട് ബാക്കിൽ സ്റ്റാപ്ലർ അടിക്കണം. എന്തോ പറയാനെ, കഷ്ടപ്പെട്ട് മണിക്കൂറുകളോളം നിന്നുണ്ടാക്കുവാണ്. എന്നാൽ ഈ യൂണിയൻ നേതാവ് എന്തിനാണ് യൂണിയൻ നേതാവിനെ ആക്കിയിരിക്കുന്നത്? യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ടാസ്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ യൂണിയൻ നേതാവുമായിട്ട് ചേർന്ന് അവർ സമരം ഉണ്ടാക്കണം. യൂണിയൻ നേതാവ് തൊഴിലാളികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് കൂലി കൂടുതൽ വേണം, ഇവർ നമ്മളെ കൊണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യിക്കുകയാണ് എന്നും പറഞ്ഞ് കുറേ ചെയ്ത് കഴിയുമ്പം വഴക്കുണ്ടാക്കി അവർ സമരം ചെയ്യണം. അല്ലെങ്കിൽ അവർ അസിസ്റ്റൻറ്റിനെ പിടിച്ചിട്ട് ഇതിനെതിരെ ഈ ഒരു എന്താ പറയുക, മുതലാളിക്കെതിരെ സമരം ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ഇത് നടത്തിക്കാതിരിക്കാൻ നോക്കണം. അതിന് വേണ്ടിയിട്ടാണല്ലോ. എന്നിട്ട് കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്താം. പിന്നെ അതുപോലെ തന്നെ നൂറ പറയുന്ന തൊഴിലാളി നേതാവിനെ പിരിച്ചുവിട്ടുന്നു. തൊഴിലാളി നേതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന്. എങ്ങനെയാണ് യൂണിയൻ നേതാവിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റുന്നത്? എന്നിട്ട് വേറൊരാളെ നിയമിച്ചു എന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം തൊഴിലാളി നേതാവിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമ്പോൾ അയാൾക്ക് അവിടെ സമരം നടത്താം. ഈ കാര്യങ്ങൾ മുടക്കാം, സമയം കളയാം. അപ്പം എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടാസ്ക് എന്താണെന്ന് ഇവർക്ക് അറിയാതെ ശോകം പിടിച്ച് ഒരു സാധാരണ രീതിയിൽ ചെരുപ്പൂത്തികൾ ഇന്ന് ചെരുപ്പ് വെട്ടുന്ന കണക്ക് ഇരുന്ന് ചെരുപ്പ് കഷ്ടപ്പെട്ട് കുത്തി തയ്ക്കുന്നു. ഈ ടാസ്ക് എന്തോന്നറിയില്ല. ഇത് നൂറ ജയിക്കേണ്ട ടാസ്ക്കാണ്. നൂറയ്ക്കും അക്ബറിനും മുന്നോട്ട് വളരെ ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ടാസ്ക്കാണ്. ഇതിനെ പൊളിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു മറ്റുള്ളവർ ചെയ്യേണ്ടത്. ഇത് മറ്റുള്ളവരെന്തുവാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 50 ജോഡി ചെരുപ്പ്, 100 ചെരുപ്പുണ്ടാക്കി, 53 ജോഡി ചെരുപ്പുണ്ടാക്കി. ആലോചിച്ച് നോക്കിയാൽ 106 ചപ്പൽ അവരുണ്ടാക്കി. അത് അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് കോയിൻ കൊടുക്കാൻ നേരത്ത് നൂറായിട്ട് പിടിച്ച് ലാസ്റ്റ് അക്ബറിന് കോയിൻ കൊടുത്തിട്ടില്ല. 2 ബ്ലാക്ക് കോയിൻ കൊടുത്ത് ആർക്കും കൊടുത്തിട്ടില്ല. ലാസ്റ്റ് നൂറയോട് ചോദിച്ചു. അപ്പോൾ നൂറ കൊടുക്കാൻ താല്പര്യമില്ല. ബാക്കി എല്ലാവർക്കും അതും കൊടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ്. എല്ലാവർക്കും ഓരോ ഗോൾഡ് കോയിൻ കൊടുത്തത്. എന്നിട്ട് ബാക്കിയുള്ള കോയിൻ കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നില്ല, ഈ ബിഗ് ബോസ് ഇവർക്ക് മനസ്സിലായപ്പോൾ കാര്യം പറഞ്ഞു കൊടുത്തൂടെ? അറിയത്തില്ല. അതോ ഇവർക്ക് ഒരു ബുദ്ധിയുമില്ലേ? ഒരു ടാസ്ക് കൊടുത്താണ്. ടാസ്ക് എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം. ഇതിനകത്ത് 7 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 7 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയൽ, അഭിലാഷ്, ഷാനവാസ്, അക്ബർ, അതുപോലെ തന്നെ ആദില, ബിന്നി, ലക്ഷ്മി, മസ്താനി, 8 പേര്. അക്ബറും കൂടി കൂട്ടി 8 പേര്. ജിഷിൻ പേഴ്സണൽ അസിസ്റ്റൻറ്റ് നൂറ ഇത്. അങ്ങനെ 8 3 8 2 10 പേരാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇനി നെക്സ്റ്റ് ഡേ ആണ്, നാളെയാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിന് 2 ടാസ്ക്കാണ് നൂറയ്ക്കുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയാൻ വയ്യാതെ ഇവരിരുന്ന് ചെരുപ്പ് ഉണ്ടാക്കുക. ചെരുപ്പ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെരുപ്പ് കുത്തികളെ പോലെ ചെരുപ്പ് ഉണ്ടാക്കുന്നു. ഇവരത് ചെരുപ്പ് ഉണ്ടാക്കാതെ നൂറയ്ക്കെതിരെ കളിക്കണമായിരുന്നു. നൂറയ്ക്കെതിരെ കളിക്കുന്നത് തൊഴിലാളി നേതാവ് ചേരണമായിരുന്നു. തൊഴിലാളി നേതാവ് എന്തിനാണ് യൂണിയൻ നേതാവിനെ വെച്ചേക്കുന്നത്? എന്തിനാണ്? അത് പ്രത്യേകം പറഞ്ഞു. യൂണിയൻ നേതാവ് മുതലാളിക്കെതിരെ തൊഴിലാളികളെ കൂട്ടി തൊഴിലാളി വിരുദ്ധ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് അതിനെതിരെ സമരം നടത്തണം. കാരണം കൂലി കുറവാണ് എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് കുറേ
ചെയ്ത് കഴിയുമ്പോൾ പറയണം ഇത്രയും കഷ്ടപ്പാടിന് മാഡം ഞങ്ങൾക്ക് ഇത്ര കൂലി തരണം. അപ്പം തന്നെ ഒരു വാഗ്വാദവും, അപ്പം തന്നെ ഞങ്ങൾ ഇനി ചെയ്യുന്നില്ല, എല്ലാവരും നിർത്ത് എന്നും പറഞ്ഞ് അവിടെ നിർത്തിക്കാം. ഇതൊക്കെയല്ലേ ഒരു ടാസ്ക്. അപ്പം നൂറെ അവിടെ തോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെ ഇവർ കഷ്ടപ്പെട്ട് 53 ജോഡി ചെരുപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം അക്ബറിന് കോയിൻ ഇല്ല, അതാണ് സിറ്റുവേഷൻ. ഇപ്പോൾ എല്ലാവരും കൂടി അവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ലൈവ് ഭയങ്കര ശോകം ഫ്രണ്ട്സ്. നമ്മൾ ഒരു ടാസ്ക് കൊടുത്താൽ ആ ടാസ്ക് എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം എന്നിവർക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവർ ചെരുപ്പുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നങ്ങ് ചെരുപ്പുണ്ടാക്കുവാണ്. അതെന്താണ് ടാസ്ക്? ചെരുപ്പുണ്ടാക്കാൻ അങ്ങനെ ഒരാളിനെ കമ്പനി മാനേജറും അതേപോലെ അല്ലെങ്കിൽ കമ്പനിയുടെ ഉടമസ്ഥനും ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റും ഒരു തൊഴിലാളി യൂണിയൻ നേതാവൊക്കെ ആക്കിയപ്പോൾ അവർക്ക് മനസ്സിലായിക്കൂടെ ഇതൊരു ടാസ്ക്കാണ്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസിന് നേരിട്ട് ഇവിടെ ചെരുപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് കോയിൻ കൊടുത്താൽ പോരെ ജയിക്കുന്നവർക്ക്? ഇങ്ങനെ ഒരു സംഭവം ഫാക്ടറി പോലെ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അപ്പോൾ അത് നൂറയെ തന്നെ ഏൽപ്പിച്ചപ്പോൾ അതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ നൂറ അതിൻ്റെ തലവനാണ്. അപ്പോൾ നൂറയെ തോൽപ്പിക്കുക, ആ തലവനെ അവിടുത്തെ അത് ആരായാലും അവരെ തോൽപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു ബുദ്ധിപരമായിട്ട് ആലോചിച്ചൂടെ? എനിക്കറിയത്തില്ല ഇവരെന്താണ് ചിന്തിക്കുന്നതെന്ന്. നമുക്കൊക്കെ ഇതൊന്നും ഈ കളിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക പോലും ചെയ്യാതെ ഇവിടെ ഇരിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നു. ജസ്റ്റ് അത് അങ്ങനെ ഒരു നൂതില ചെരുപ്പ് ഫാക്ടറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനിവിടെ ഇരുന്ന് പറയുകയും ചെയ്തു, അപ്പോൾ കമ്പനി മുതലാളിയെ പുകച്ച് പുറത്തടിക്കുക, അല്ലെങ്കിൽ കമ്പനി പിടിച്ചെടുക്കാൻ പറ്റും. പേഴ്സണൽ അസിസ്റ്റൻറ്റ് ജോലിക്കാരുമായിട്ട് ചേർന്ന് തൊഴിലാളി യൂണിയൻ നേതാവുമായിട്ട് ചേർന്ന് പിന്നെ നൂറയെ പുറത്താക്കാൻ പറ്റും, അല്ലെങ്കിൽ നൂറയെ നഷ്ടത്തിലാക്കാൻ പറ്റും, നൂറയുടെ ഓർഡർ കൊടുക്കാതിരിക്കാൻ പറ്റും. തൊഴിലാളി